നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാർ ഒരു പോസ്റ്റ് ഇട്ടേ, ഞങ്ങളെ അറിയിച്ചില്ല, ഇ ഡി വരുന്നതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അത് കുറേ ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് വന്നൊരു കമൻറ്റാണ്, അമ്പം കോമഡിയാണ്. അതായത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് ഒരു ടീം കയറി അവരെ തടഞ്ഞു നിർത്തിയത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നാളെ തീവ്രവാദികൾ കയറി താമസം തുടങ്ങിയാൽ താങ്കൾ അറിയുമോ എന്ന്. എൻ്റെ പൊന്നെ, എന്നൊരു കോമഡിയാണെന്ന് പറഞ്ഞത്. ഇവർ വിചാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതായത് ഇ ഡിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പരിശോധിക്കണം, അപ്പം തലേദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിനെ വിളിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? അതെല്ലോ, എന്താണ് വിളിച്ചത്? സാറേ, നാളെ ഞങ്ങളൊരു റെയ്ഡിന് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പോലീസുകാരെ വേണമായിരുന്നു. അതിനിപ്പോൾ എന്താ, എത്ര പോലീസിനെ വേണം? ഒരു 5-6 പോലീസിനെ ഞങ്ങൾക്ക് വേണ്ടി വരും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോര്. എത്ര മണിക്കാണ് വരുന്നത്? ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പരിശോധന തുടങ്ങാമെന്നൊക്കെ ഓർത്തായിരുന്നേ. ആട്ടെ, എവിടെയാണ് പരിശോധന? അതോ പിണറായി വിജയൻ സഖാവിൻ്റെ വീട്ടിലാണ് പരിശോധന. പിന്നെ സാർ ഇത് ആരോടും പറയരുത്, രഹസ്യമാണ്. ഞാൻ ആരോടും പറയാനായിട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ആരോട് പറയണ്ട. ഓക്കെ, സാറിന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ വരും. അപ്പോൾ പോലീസുകാരുടെ അകമ്പടിയോടെ ഞങ്ങളെ ഒന്ന് പിണറായി വിജയൻ സാറിൻ്റെ വീട്ടിലോട്ടൊന്ന് എത്തിച്ചേക്കണേ. ശരി, എത്തിച്ചേക്കാവേ. ശരി, വെക്കട്ടെ. ഇതാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇ ഡി ആണെന്ന് പറഞ്ഞാൽ NIA ആണെന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് അറ്റാക്ക്, അവർ നേരിട്ട് വന്ന് കയറത്തുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള പോലീസുകാരോടും ഇവിടെയുള്ള മന്ത്രിമാരോടും എല്ലാം തലേദിവസം പറഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. അത് ഒരിക്കലും പറയത്തില്ല, അത് അവരുടെ പ്രൊസീജിയറേ അല്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു കമൻറ്റ് എന്താണെന്നറിയോ? ടാക്സിക്കാരുണ്ടല്ലോ, ടാക്സിക്കാർ പോയല്ലോ. അപ്പോൾ ടാക്സിക്കാർക്കുള്ളൊരു ഉപദേശമാണ്, നിങ്ങൾ എവിടെയാണ് എന്നാന്നറിയാതെയാണോ നിങ്ങൾ ഓട്ടത്തിന് പോകേണ്ടത്, ഇതൊക്കെ ചോദിക്കണ്ടേന്ന്. അത് അതിനേക്കാളും വലിയ കോമഡി. അതും ഈ പറഞ്ഞ പോലെ, ഹലോ ടാക്സി സർവീസ് അല്ലേ? അതെ, എന്താണ്? അതെ, ഞങ്ങൾക്ക് ഒരു പരിശോധനയ്ക്ക് പോകണം, ഇ ഡി ആണ് വരുന്നത്, ഇ ഡി പരിശോധനയ്ക്ക് ഞങ്ങൾക്ക് പോകണം, അപ്പോൾ നിങ്ങളുടെ ഒരു വാഹനം ഞങ്ങൾക്ക് വേണം എന്ന് പറയും. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നേക്കാം. എവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പരിപാടിയൊക്കെ? അത് സാറേ, ഇന്ന പോലെ നമുക്ക് പിണറായി വിജയൻ സാറിൻ്റെ വീട്ടിലാണ് പരിശോധന ഉള്ളത്, നിങ്ങൾക്ക് വരാനൊക്കുമോ? വരാനൊക്കുമല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിത് ആരോടും പറയരുത്. നമ്മളിപ്പോൾ ആരോട് പറയാനായിട്ടാ? ഞങ്ങളങ്ങ് വന്നേക്കാം. ഒരു 6-6:30 ആകുമ്പോഴത്തേക്കാണോ? അല്ല, ഞങ്ങളൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് വരും, നിങ്ങൾ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഓക്കെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വന്നേക്കാം. ഞങ്ങളിത് ആരോടും പറയുന്നൊന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ആരോടും പറയാനായിട്ടൊന്നും പോകുന്നില്ല. ഇതൊക്കെയാണ് ഇവർ വിചാരിച്ച് വെച്ചെങ്കിൽ. ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ഇവർ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒന്ന് ആലോചിക്കുക. കമാൺ. ഇത് തന്നെയായിരുന്നു പണ്ട് നോട്ട് നിരോധിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്നാ പണി, നമ്മളോട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന്. പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും മാറ്റാൻ ഒരു സമയം കിട്ടിയേനെ.